ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ ആരാണ് ഉള്ളത്, അവർ നിങ്ങൾക്ക് എത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് തരുന്നുണ്ട്, നിങ്ങളുടെ പേഴ്സൺ. അതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സ് നിങ്ങളോടൊപ്പം തന്നെയാണോ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയുടെ ഒപ്പമാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളിന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലോസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അവിടെ വെച്ച് സ്കിപ്പ് ചെയ്ത് പോവുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ വളരെയധികം എനർജറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം എന്നാണ് കാണുന്നത്. ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരു വ്യക്തിയായിരിക്കാം. ഒരു ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, അതിന് പുറകെ പോകുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ ഇവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരൊരു ഫ്രീഡം ത്തിന് ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് അവരുടെ ലൈഫിൽ അവർക്ക് കുറച്ച് റൂൾസ് ഉണ്ട്. ആ ഒരു റൂൾസ് പോലെ ആ ഒരു തരത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു പേഴ്സൺ. അതുപോലത്തെ ഒരു സംഭാഷണ പ്രിയൻ എന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെ പറയുന്ന ഒരു ഗണത്തിൽപ്പെടുന്ന നല്ല രീതിയിൽ ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാം. മറ്റുള്ളവരോടൊരു 10 മിനിറ്റ് തന്നെ സംസാരിച്ചു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് ഇവരോടൊരു താല്പര്യം തോന്നിയേക്കാം. അല്ലെങ്കിൽ അത്രയധികം ആളുകളെ പിടിച്ചിരുത്താനുള്ളൊരു കഴിവുള്ള, അല്ലെങ്കിൽ ആളുകളെ തൻ്റെ സ്വാധീനത്തിലേക്ക് ആക്കിയെടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ ഇവരെവിടെയെങ്കിലും നിൽക്കുകയാണ്, അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കുകയാണ്, കുറച്ച് ആളുകളോട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സന്റെ സംഭാഷണത്തിൽ മറ്റുള്ളവർ വീണു പോയേക്കാം. അതായത് സംസാരിച്ച ആളുകളെ വശത്താക്കി എടുക്കാനായിട്ട് നല്ല രീതിയിൽ കഴിവുള്ള ഒരു വ്യക്തിയെ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഇവർ ഒരു ഫ്രീഡത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തികളാണ് എന്ന്. അല്ലെങ്കിൽ ഒരു ഫ്രീഡം ലവേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് തന്നെ പറയാം. അത്തരത്തിൽ അവരൊക്കെ അവരുടേതായ ഒരു സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫിനേക്ക് ഒരുപാട് വാല്യൂ കൊടുക്കുന്ന, ആ വാല്യൂ കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ഈ ഒരു പേഴ്സണെ നമ്മൾ സ്നേഹിക്കുക, അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് പോലും എല്ലാ അവസരങ്ങളിലും അവരെ തന്നെയായിരിക്കും കൂടുതൽ സ്നേഹിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോട് ഒരു തിരിച്ചൊരു ഇഷ്ടമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരുടെ മനസ്സിലുണ്ട്. പലപ്പോഴും അവർക്ക് തന്നെയാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് സ്വന്തം ആ ഒരു ഇഷ്ടം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് മുന്നിൽ ഓപ്പോസിറ്റ് ഇപ്പം നിൽക്കുന്ന വ്യക്തിയുടെ ഇമോഷൻസിനൊന്നും ചിലപ്പോൾ അത്രയധികം ഒരു വാല്യൂ ഒന്നും ഈ ഒരു പേഴ്സൺ കൊടുക്കണമെന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളും തമ്മിലൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ എബ്രോഡ് വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ട്രാവലിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവരുടെ ഒരു കറണ്ട് എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്കിപ്പോൾ ശരിക്കും ഫ്രീഡം ഇല്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് നമുക്ക് തീർത്ത് പറയാനായിട്ട് പറ്റും. ഒരുപാട് സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്ന, അല്ലാന്നുണ്ടെങ്കിൽ സ്വന്തം തീരുമാനങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്ന ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിലൂടെ പോകാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. അല്ലെങ്കിൽ അവരുടെ ലൈഫിൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് മറ്റു വ്യക്തികളോ ഒരു വ്യക്തികളോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഒരുപാട് ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഈ ഒരു സമയം നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൂടെ തന്നെയായിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് പേർക്ക് ഒരു ലെസ് കോണ്ടാക്ട് കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഭൂരിഭാഗം വ്യക്തികൾക്കും ആ ഒരു നോ കോണ്ടാക്ട് എന്നുള്ള രീതിയിലാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ അത്രമേൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ പല കാര്യങ്ങളിലും ഇവർ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ തേർഡ് പാർട്ടി എന്നുള്ളത്. അപ്പോൾ ഇത്രയും അധികം ഒരു ഫ്രീഡം ആഗ്രഹിക്കുന്ന, അല്ലെന്നുണ്ടെങ്കിൽ സ്വയം ഇങ്ങനെ പാറിപ്പറന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ മേൽ ഒരുപാട് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് കൊണ്ടാവാം അവർ വളരെയധികം ഒരു വെറുപ്പോട് കൂടി, അല്ലെങ്കിൽ ഒരു ഇഷ്ടമില്ലായ്മയോട് കൂടി തന്നെയാണ് ആ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.
അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഒരു ആദ്യ സമയങ്ങളിൽ, അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി നേരത്തെ തന്നെ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഉള്ളിൽ വന്ന് വിട്ടുപോയ ഒരാളായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു സമയം അല്ലെങ്കിൽ ഒരു ഘട്ടം എത്തിയപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു പേഴ്സണിൽ നിന്ന് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകും. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണിൻ്റെ എല്ലാ കോൺസെൻട്രേഷനും അവരുടെ എല്ലാ ഒരു ഫോക്കസും അവർ കൊടുത്തിരിക്കുന്നത് ചിലപ്പോൾ ആ ഒരു തേർഡ് പാർട്ടിക്ക് തന്നെയായിരിക്കാം. നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യങ്ങളും തരാതിരുന്നിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിലുള്ള ഒരു റെസ്പോൺസ് പോലും ഇവരിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവണം എന്നില്ല. അപ്പോൾ അത്രത്തോളം നിങ്ങൾ ആകെ ഒരു മാനസികമായിട്ട് തളർന്നിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയായിരിക്കും. ചിലപ്പോൾ കുറച്ചധികം നാളുകളായിട്ട് നിങ്ങളുടെ ലൈഫിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇതായിരിക്കാം. അപ്പോൾ ചിലരെങ്കിലും ഒരു പക്ഷേ സാഹചര്യം കൊണ്ടായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ചെന്ന് പെട്ടിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി ആയിട്ട് റിലേറ്റ് ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് അതിൻ്റെതായ എന്തെങ്കിലും ഒരു ദോഷമോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ അർഹിക്കുന്ന ഒരു പരിഗണന ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് തന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസിന് ഒരു വാല്യൂം ഇവർ തന്നില്ല ഒരു ഘട്ടത്തിൽ എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നമുക്കിത് അവിടെ ഇത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ആ ഒരു പേഴ്സൺ കറണ്ട്ലി ഇപ്പോൾ നിങ്ങളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഒരു ഫുൾ കോൺസെൻട്രേഷനും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ തന്നെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അവർ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നു, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളുടെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും നിങ്ങൾ ഈ ഒരു പേഴ്സണിൽ നിന്ന് കാര്യങ്ങളൊക്കെ അനുഭവിച്ചു, അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും നിങ്ങളൊരു ഇമോഷണലി ഡൗൺ ആയിപ്പോയി, എന്നിട്ട് പോലും നിങ്ങൾ ഈ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ ഉപേക്ഷിച്ച് പോകാനായിട്ട് ഇതുവരെ നിങ്ങൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ അത്രത്തോളം ശക്തമായിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ തിരികെ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്തു പോയ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് യാതൊരു അറിവും ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ഉണ്ടാവണമെന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് ചിലപ്പോൾ ഒരു അക്ഷരം പോലും പറയാതെ ആയിരിക്കും അവർ കംപ്ലീറ്റ്ലി ആ ഒരു സിറ്റുവേഷനിലേക്ക് ഇറങ്ങി പോയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ഇപ്പോഴും അവർ കംപ്ലീറ്റ്ലി ഒരു തേർഡ് പാർട്ടിയുടെ പിടിയിൽ തന്നെയാണ്, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു കൺട്രോളിൽ തന്നെയാണ് ആ ഒരു പേഴ്സൺ ഉള്ളത്. ഒരു പക്ഷേ ഇവരുടെ എല്ലാ കാര്യങ്ങളും ആ ഒരു പേഴ്സൺ നിയന്ത്രിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ വ്യക്തികൾ നിയന്ത്രിക്കുന്നുണ്ടാവാം. ഇവരിപ്പോൾ സോഷ്യൽ മീഡിയാസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുമായിട്ട് ഒരു ബ്ലോക്കിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ യാതൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരു രീതിയിൽ തന്നെയായിരിക്കും ഇപ്പോൾ കറന്റ്ലി പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത്രത്തോളം ഇവർ ഈ ഒരു പേഴ്സണെ ചെക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അവർ ഈ ഒരു പേഴ്സൺ എന്ത് ചെയ്യുന്നു, എങ്ങോട്ട് പോകുന്നു, അല്ലാന്നുണ്ടെങ്കിൽ അവർക്കിപ്പോൾ നിങ്ങളുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു പേഴ്സൺ തന്നെയായിരിക്കും ഈ ഒരു തേർഡ് പാർട്ടി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമായിരിക്കും നിങ്ങളുടെ തേർഡ് പാർട്ടി ആരാണ്, അവർ അത്ര നിങ്ങളുടെ പേഴ്സണെ നിയന്ത്രിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ നിങ്ങളിൽ ചിലർക്കെങ്കിലും നിങ്ങളുടെ ഒരു ഫ്രണ്ട്സ് വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൊക്കെ അറിയാനായിട്ട് ഒരു സാധിച്ചേക്കാം ചിലപ്പോൾ. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥനയോടുകൂടി അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടാവാം, അഫർമേഷൻസ് ചെയ്യുന്നുണ്ടാകാം, തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളിപ്പോൾ ഇൻവോൾവ് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും നിങ്ങളുടെ പേഴ്സണെ തിരിച്ചു കിട്ടണം, അല്ലെങ്കിൽ അവർ ആ ഒരു പഴയ സ്നേഹത്തോടു കൂടി നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികളെ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ വരുമെന്ന് വിശ്വസിക്കുന്നവരെയാണ്. കാരണം ഇത്രയും വേദന നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പരിഗണനയും ഈ ഒരു പേഴ്സൺ തന്നിട്ടില്ലാത്ത അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ അതൊന്നും കാര്യമാക്കുന്നില്ല. ഒരു പക്ഷേ നിങ്ങൾ പലരുടെയും മൈൻഡിൽ ഈ ഒരു പേഴ്സണെ കുറ്റപ്പെടുത്തുന്നത് പോലും ഉണ്ടാവില്ല. നിങ്ങളുടെ ഒരു സാഹചര്യം കൊണ്ടാണ് പോയത് എന്നൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു സാഹചര്യം കൊണ്ടാണ് അവർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ടാണ് അവർ പോയത്, അല്ലെങ്കിൽ രണ്ടു കൂട്ടർക്കും നല്ലത് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സമയത്ത് ആ ഒരു ഡിസിഷൻ ആയിരുന്നു എടുക്കേണ്ടിയിരുന്നത്. ആ ഒരു രീതിയിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയെ വരെ നിങ്ങൾ ന്യായീകരിക്കുന്നുണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് പലർക്കും മനസ്സിലുണ്ടാകുന്ന ഒരു തോന്നൽ ഈ ഇത്തരത്തിലാണ്. കാരണം അത്രത്തോളം നിങ്ങൾ ഈ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു പേഴ്സന്റെ എനർജി എന്ന് പറയുമ്പോൾ അവർ തീർത്തും നിങ്ങളെ പറ്റി തന്നെ ചിന്തിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എത്രത്തോളം ഒരു
സെക്യൂർ ആയിരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രത്തോളം അവരെ സ്നേഹിച്ചിരുന്നു. ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഇവർക്ക് വേണ്ടുന്ന അഡ്വൈസ് ഒക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാകും. ഈ ഒരു പേഴ്സണിന് വേണ്ടി ഫിനാൻഷ്യലി നിങ്ങൾ ഈ ഒരു പേഴ്സണെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ എല്ലാ മേഖലകളിലും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളൊരു സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെ നിന്നിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം. ഇവര് എന്താണ് റിയലി, ഈ ഒരു പേഴ്സൺ എന്താണ്, അങ്ങനെ എങ്ങനെയാണ് അവര്, എന്താണ് ഇഷ്ടപ്പെടുന്നത്, എന്താണ് ഇവർക്ക് ഇഷ്ടപ്പെടാത്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾക്കായിരിക്കാം കൂടുതൽ അറിയാവുന്നത്. അത്രയും ഡീപ്പായിട്ട് അറിയുന്നത് നിങ്ങളായിരിക്കാം. ഒരുപക്ഷെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഒരു ഫാമിലി മെമ്പറോ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫോ ഒന്നുമല്ല എന്നുണ്ടെങ്കിൽ പോലും മറ്റാർക്കും ഈ ഒരു വ്യക്തിയെക്കുറിച്ച് അറിയാത്ത തരത്തിൽ നിങ്ങൾക്കാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതായത് ആ ഒരു A to Z കാര്യങ്ങൾ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇവരെക്കുറിച്ചുള്ള പൂർണ്ണമായ കാര്യങ്ങളും അറിയുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. മറ്റ് വ്യക്തികൾ ആരും ഇപ്പോൾ വന്നിരിക്കുന്ന ആ ഒരു തേർഡ് പാർട്ടിയോ അല്ലെങ്കിൽ അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള മറ്റുള്ള വ്യക്തികളോ ഇവരൊന്നും നിങ്ങൾക്ക് പകരം വെക്കാനാവുന്നതല്ല എന്നുള്ള ഒരു റിയലൈസേഷനിലൂടെയാണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ വ്യക്തിയെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഇമോഷണൽ ഡാമേജ് വരുത്തുന്നുണ്ടെങ്കിൽ ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഈ ഒരു തേർഡ് പാർട്ടി ഒരുപക്ഷെ അവരെ വളരെയധികം ഇമോഷണലി നശിപ്പിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ആ ഒരു മെന്റലി അവരെ തകർത്തു, അല്ലെങ്കിൽ മെന്റലി ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. നിങ്ങൾ ഈ ഒരു തേർഡ് പാർട്ടി ഒരു സിറ്റുവേഷനിൽ വന്നതിന് ശേഷം നിങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ഊണും ഉറക്കവും ഒക്കെ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പിലാണ്. ഇല്ലെങ്കിൽ നാളെ ഈ ഒരു പേഴ്സൺ സത്യം മനസ്സിലാക്കി തിരിച്ചു വരും എന്നുള്ള ഒരു എനർജിയിൽ തന്നെയാണ് നിങ്ങളുടെ ഒരു ഫീലിങ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം ചില റീഡിങ്സിലൊക്കെ ചില ആൾക്കാർ പറയാറുണ്ട്, ഇല്ല ഞാനിനി കാത്തിരിക്കുന്നൊന്നുമില്ല, എനിക്കങ്ങനെ അവർ തിരിച്ചു വരണമെന്നൊന്നുമില്ല, പക്ഷെ അവരുടെ ഒരു ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ നോക്കുന്നത്, അല്ലെങ്കിൽ അവരെ ചേസ് ചെയ്യുന്നതൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ റീഡിംഗ് ആണിത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ ഒരു പേഴ്സൺ തിരികെ വരുമെന്ന് ആണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഈ ഒരു പേഴ്സൺ നിങ്ങളെ അത്രത്തോളം എന്താ പറയുക, വളരെയധികം ഡീപ്പായിട്ട് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ മാപ്പ് കൊടുക്കാൻ പോലും തയ്യാറായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ കഴിഞ്ഞു പോയ ഈ ഒരു ആളുകൾ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ വരെ ഈ ഒരു പേഴ്സൺ അനുഭവിക്കേണ്ടുന്ന കർമ്മങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ അവര് കടന്നു പോകേണ്ടുന്ന ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് തേർഡ് പാർട്ടിയെ കൂടി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയും കൂടി അവരുടെ ഒരു ലൈഫിൽ ഉണ്ടാവേണ്ടുന്ന ഒരു ആവശ്യകതയുണ്ട്, എങ്കിൽ മാത്രമേ അവരുടെ ആ ഒരു സൈക്കിൾ പൂർത്തിയാവുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പം തേർഡ് പാർട്ടി ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് എന്നുള്ള ഒരു ഫാക്ടർ കൂടി അവിടെ വന്നിട്ടുണ്ടാകാം. അല്ലാന്നുണ്ടെങ്കിൽ അത്രത്തോളം ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ വ്യക്തിയെ അകറ്റാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളോ ഒക്കെ തന്നെയായിരിക്കും അപ്പുറത്തുള്ളത്. അപ്പം അവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ വിട്ടു തരില്ല, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ കസ്റ്റഡിയിൽ തന്നെ ഈ ഒരു പേഴ്സൺ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടിയിൽ നിന്ന് അവരുടെ ഒരു കർമാസ് അനുഭവിക്കേണ്ടുന്ന ഒരു സമയം തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഈ ഒരു സൈക്കിൾ ഒരു പക്ഷേ ഒരു ജീവിത ചക്രം എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു സമയമായിരിക്കും ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഈ ഒരു തേർഡ് പാർട്ടിയോടൊപ്പം തന്നെ അനുഭവിച്ച് തീർക്കണമെന്ന് ചിലപ്പോൾ അവർക്ക് വിധി ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കിടയിൽ ആ ഒരു തേർഡ് പാർട്ടി ചിലപ്പോൾ വന്നിട്ടുണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഒരു തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിൽ പോലും ഒരു സമയം എത്തിയപ്പോൾ അത് ചിലപ്പോൾ ശക്തി പ്രാപിക്കുന്നതായിട്ട് ഈ ഒരു സിറ്റുവേഷനിന് വേണ്ടിയിട്ട് തന്നെയാണ്, ഇവരിതൊക്കെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു തേർഡ് പാർട്ടിയോടൊപ്പമുള്ള ആ ഒരു സമയം അവരുടെ സൈക്കിൾ കംപ്ലീറ്റ് ആവാനായിട്ട്, കർമാസ് മുഴുവൻ കംപ്ലീറ്റ് ആവാനായിട്ട് ഉള്ളതാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇത്തരത്തിൽ നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു സിറ്റുവേഷനിലേക്ക് പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഒരുപാട് തളരാതെ
പിടിച്ചു നിൽക്കുന്ന ആൾക്കാരാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എങ്കിൽ പോലും ഞാൻ പറയുകയാണ്, കംപ്ലീറ്റ്ലി ആ ഒരു പേഴ്സൺ എന്നേക്കും അവരുടേതാണ് എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് വേണ്ട. തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻ എൻഡ് ആവാറായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പുകച്ച് പുറത്തിയടിക്കുക എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പേഴ്സണെ ആ ഒരു തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ഒരു പിടിയിൽ നിന്ന് പുറത്തു ചാടിക്കുന്നത് ആ ഒരു വ്യക്തികൾ തന്നെയാണ്. കാരണം അത്രത്തോളം അവർ ഈ ഒരു പേഴ്സണെ ടോർച്ചർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത്രത്തോളം ഒരു ബുദ്ധിമുട്ടുകൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അവർക്ക് ഒരുപാട് നാളുകളൊന്നും പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കില്ല. എന്തിന്റെ പേരിലാണ് അവർ അവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് സമ്മതിക്കാത്തത്, ആ ഒരു കാരണം, ആ ഒരു ബാരിയർ ഈ ഒരു പേഴ്സണായിട്ട് തന്നെ അഴിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനെ അഴിക്കാനായിട്ട് അല്ലെങ്കിൽ മാറ്റാനായിട്ട് പ്രേരിപ്പിക്കുന്ന ആ ഒരു വ്യക്തികൾ തന്നെയാണ്, ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള ആ ഒരു സിറ്റുവേഷനും വ്യക്തികൾ തന്നെയാണ്. കാരണം അവിടെ വളരെയധികം പിരിമുറുക്കം, അല്ലാന്നുണ്ടെങ്കിൽ അവർ അത്രത്തോളം ഈ ഒരു പേഴ്സണെ വരിഞ്ഞു മുറുക്കും പോലെ അവർക്ക് ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ അതാണ് കൂടുതലായിട്ട് അതിൽ നിന്ന് ഇറങ്ങിപ്പോരാനുള്ള ഒരു ടെൻഡൻസി ഇവർക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ കാര്യങ്ങളെങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ആ ഒരു ദിവസത്തെക്കുറിച്ച് തന്നെയാണ് ഇവിടെ ഈ ഒരു പേഴ്സൺ ആലോചിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു നല്ല നാളെ തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്വപ്നം കാണുന്നത്. കാരണം അല്ലാതെ അവർക്ക് മറ്റൊന്നും അവരുടെ ലൈഫിലില്ല. അത്രത്തോളം അവർ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇങ്ങനെ മടുത്തിരിക്കുന്ന ഒരവസ്ഥ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങളുടെ പേഴ്സൺ പോയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ട് ഒരുപാട് നാളുകളായിട്ടുണ്ടാവാം, ചിലവർക്ക് വർഷങ്ങളായിട്ടുണ്ടാകാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ടാവാം ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ സമയം അടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം അവർ നിങ്ങളിലേക്ക് തിരികെ എത്താറായിരിക്കുന്നു എന്നുള്ള ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടാവാം. കാരണം അത്രത്തോളം ഒരു എനർജി വളരെ ശക്തമായിട്ട് നിൽക്കുന്നത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവരാണെന്നുണ്ടെങ്കിൽ വളരെ പാഷനേറ്റ് ആയിട്ട് നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഈ റിലേഷൻഷിപ്പിൽ കാണുന്നത് തന്നെ ഒരുതരം ഒരു ആവേശം എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അത്രത്തോളം ഡീപ്ലി അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വന്നു ചേരാനായിട്ട്. അപ്പോൾ ഇവിടെ നിങ്ങളെയും നിങ്ങളുടെ പേഴ്സണെയും തമ്മിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്ന് അകറ്റിയത് ഏത് മാർഗം ഉപയോഗിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ ഇമോഷണൽ ആയിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടോ, അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്കോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഇവരെ ഭയപ്പെടുത്തിയോ, എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു തനി സ്വഭാവം ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു പക്ഷേ ആദ്യകാലങ്ങളിൽ ഈ ഒരു തേർഡ് പാർട്ടി എത്രത്തോളം ഒരു സെൻറ്റി ആയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, അത്രത്തോളം അവരെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി മരിക്കുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ നിന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അവരിലേക്ക് അവരുടെ ഫോക്കസ് പോയി. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും എന്താണ് ഈ ഒരു വ്യക്തിയുടെ തനി നിറം നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് നാളുകൾ അവിടെ നിൽക്കില്ല എന്നുള്ളത് നമുക്ക് വളരെ ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പറയുന്ന ഒരു തേർഡ് പാർട്ടിക്ക് ആയാലും അല്ലെങ്കിൽ ആർക്കെങ്കിലും ആണെന്നുണ്ടെങ്കിലും അവരുടെ ലൈഫിൽ എത്ര ഒരു പിടുത്തം ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് അവരുടെ മനസ്സിൽ ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ മനസ്സാക്ഷിക്ക് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു ഇന്നർ വോയിസ് ആണ് അവരിപ്പോൾ ശ്രദ്ധിക്കുന്നത്. അവരുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോരാൻ വേണ്ടി തന്നെയാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് ഇറങ്ങി പോരാൻ തന്നെയാണ് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പും എന്തായിരുന്നു എന്ന് ഇവർ മനസ്സിലാക്കി ഈ ഒരു സമയത്ത് അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം അത്രത്തോളം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ തന്നെ അവർ ഇങ്ങനെ കേൾക്കുന്നു, അല്ലെങ്കിൽ അവർ മനസ്സ് പറയുന്നത് കേൾക്കാനായിട്ട് തുടങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു സ്പ്രെഡിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം ആ ഒരു മൂൺ കാർഡ്, അതായത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷന് ഇടയിൽ നിങ്ങളുടെ പേഴ്സൺ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്, സ്റ്റക്കായി നിൽക്കുന്നു എന്നുള്ളതാണ്. അത്രത്തോളം ഈ ഒരു റിലേഷൻഷിപ്പിനെ അവിടെ അവർ താറുമാറാക്കി, അല്ലെങ്കിൽ അവരുടെ ഒരു മനസ്സിനെ ആകെ നശിപ്പിച്ച ഒരു അവസ്ഥ തന്നെയാണ്. അപ്പോൾ
പിന്നീട് നമുക്ക് വന്നിരിക്കുന്ന ആ ഒരു ഫുൾ കാർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു ഒന്നേന്ന് മുതലുള്ള ഒരു സ്റ്റാർട്ട് അവിടെ വരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുമായിട്ട് ഇപ്പോൾ യാതൊരുവിധ കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഒരു ലെസ് കോണ്ടാക്ട് ചിലവർക്കെങ്കിലും ഉണ്ടായിരിക്കാം. അതിന് കാരണം ഈ ഒരു തേർഡ് പാർട്ടി ഇത് മൊത്തം നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാം ഒരു നിർത്തി വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സമ്മതിക്കുന്നുണ്ടാവണം എന്നില്ല, ആ ഒരു അവസ്ഥയായിരിക്കാം. പിന്നെ കുറച്ച് വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റുന്നു, അവർ കാണാതെ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്തെങ്കിൽ ആ ഒരു രീതിയിലുള്ള ചെറിയ കോൺടാക്റ്റുകളേ ഉള്ളൂ. അപ്പോൾ പൂർണ്ണമായിട്ടും ഇത് പോകാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിലൂടെ തന്നെ ആയിരിക്കണം ഇപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ കടന്നു പോയിട്ടുണ്ടാകുന്ന ഒരു അവസ്ഥ അങ്ങനെയായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെയും ആ ഒരു റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി ഡെഡായി എന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും മനസ്സിലാക്കുക, അതിനൊരു റീബർത്ത് ഉണ്ടാവുന്നുണ്ട്. ആ ഒരു റിലേഷൻഷിപ്പ് പൂർവാധികം ശക്തമായിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു നേരത്തായിരിക്കാം, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ടാകുന്നത്. അപ്പോൾ ചിലവർക്കെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നുണ്ടാവാം, അല്ലെങ്കിൽ ആ ഒരു സൂചന യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നുണ്ടാവാം. ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ആ ഒരു നിങ്ങൾക്ക് തന്നെ മനസ്സിൽ അറിയാനായിട്ട് സാധിക്കും, അവരെന്നിലേക്ക് വരാൻ പോകുകയാണോ, ആ ഒരു പേഴ്സൺ എൻ്റെ അടുത്തേക്ക് എത്താറായോ എന്നുള്ള ഒരു തോട്ട്സ്, ഒരു ഫീലിങ്സ് ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ നിങ്ങളില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻകംപ്ലീറ്റ് ആണ് ഇവർക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരില്ല എന്നുള്ള ഒരു ഇതിലേക്ക് അവർ ചിന്തിക്കുകയാണ്. നിങ്ങളും ഈ ആ ഒരു പേഴ്സൺ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കംപ്ലീഷൻ വരണമെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ വീണ്ടും നിങ്ങൾ രണ്ടുപേരും യോജിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ പോകണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പഴയ രീതിയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് ആ ഒരു ഡിവൈൻ്റെ തീരുമാനം. അപ്പോൾ ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തീർച്ചയായിട്ടും എൻഡ് ആവാറായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ അവരുടെ ആ ഒരു നിറഞ്ഞ സ്നേഹം നിങ്ങൾക്ക് മാത്രം കൈമാറാനായിട്ട് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുകയാണ് ഈ ഒരു സമയത്ത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു എനർജി, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ഇത്തരത്തിലാണ്. നിങ്ങൾക്ക് യാതൊരു പരിഗണനയും തരാതെ ഒരിക്കൽ നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു പേഴ്സൺ ഇപ്പോൾ എല്ലാ പ്രതീക്ഷയോടും കൂടി ഇത്രയും ഒരു വേദനകളൊക്കെ അനുഭവിച്ചിട്ട് നിങ്ങൾ കാത്തിരിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ഇവർക്ക് ആരോടാണ് കൂടുതൽ സ്നേഹം, നിങ്ങളോടാണോ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയോടാണോ എന്നുള്ളൊരു ചോദ്യം പോലും തീർത്തും അതിൻ്റെ ചോദ്യത്തിന് ഒരു പ്രസക്തി ഇല്ല എന്നുള്ളതാണ്. അവരുടെ സ്നേഹം എന്നുള്ള ഒരു വികാരത്തിനേക്കാൾ ഉപരിയായിട്ട് ആ ഒരു പേഴ്സൺ, ആ ഒരു സിറ്റുവേഷനെയും അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയും വളരെയധികം വെറുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു പ്രേരണയുടെ പേരിൽ അവിടെ നിൽക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ബ്ലാക്ക് മെയിൽ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫോഴ്സിൽ അവിടെ നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ കാണുമ്പോൾ ഒരു സന്തോഷത്തോടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും അവരുടെ മനസ്സിനുള്ളിൽ അത്രത്തോളം ഒരു സന്തോഷമില്ല, ഒരു ദേഷ്യം ആ ഒരു പേഴ്സണോട് ഉണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ അവർ അത്രത്തോളം വെറുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ 1987 എന്ന് പറയുന്നൊരു വർഷമാണ്. അതുപോലെ തന്നെ നമ്പർ 56 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. യു ക്യാൻ ട്രസ്റ്റ് എന്ന് പറയുന്നൊരു ക്ലൂ വരുന്നുണ്ട്. ലെറ്റർ വൈ, റൈഡർ, നമ്പർ 5, number 2, 1983, 1984, number 33, number 50, April month, 1986, crazy, ഇടുക്കി ജില്ല എന്ന വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. നമ്പർ 29, നമ്പർ 42, ഫോളോ ന്യൂ ട്രെൻഡ്സ്, പുതിയ ട്രെൻഡുകളൊക്കെ ഫോളോ ചെയ്യുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ബ്യൂട്ടിഫുൾ ഐസ്, നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെയൊക്കെ കണ്ണുകൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉള്ള വ്യക്തികളായിരിക്കാം. 1982, യോഗ, ഡാൻസ്, ടീച്ചർ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. റീഡിങ് എന്ന് പറയുന്ന ക്ലൂ കിട്ടുന്നുണ്ട്. നമ്പർ 35, 1991, number 21, letter A, number 37,
2004 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരം ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങും അതുപോലെ തന്നെ ക്ലൂസും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ ഈ ഒരു റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.